നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാവുകയാണ്. മൂന്നാമത്തെ പരാതിക്കാരിയെ 2025 ഓഗസ്റ്റിൽ തന്നെ റിനി ആൻ ജോർജ് സമീപിച്ചിരുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഇതിന് മറുപടിയുമായി റിനിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ വാദങ്ങളാണ് ഇരു കൂട്ടരും ഉയർത്തുന്നത്. രാഹുൽ MLA-ക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇക്കാര്യം മൂന്നാമത്തെ പരാതിക്കാരി തന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഫെനി ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. റിനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണ പോസ്റ്റുമായി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. താൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് റിനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റിനിക്കെതിരെ ഫെനി നൈനാൻ രംഗത്ത് വന്നത്. ഇപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. ഞാനും മൂന്നാം പരാതിക്കാരിയും തമ്മിലുള്ള നേരിട്ട് ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചാരണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കിട്ടുകൊണ്ട് റിനി വീണ്ടും രംഗത്ത് വന്നു. 2026 ജനുവരിയിൽ പരാതി കൊടുത്തയാളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കുവാനാകില്ല എന്നാണ് ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയുടെ തെളിവുകൾ ആണെന്നാണ് ഫെനി ചൂണ്ടിക്കാട്ടുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റുന്നതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും ഫെനി ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു. ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. റിനി ആൻ ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ്. അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരു പരാതിക്കാരിയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. രാഹുൽ MLA-ക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻ ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരിയിൽ പരാതി കൊടുത്തയാളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നത് റിനിക്ക് നിഷേധിക്കുവാനാകില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട്. ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചുവെക്കുവാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണത് എന്നായിരുന്നു ആ കുറിപ്പ്. ഫെനിയുടെ ആരോപണത്തിന് പിന്നാലെ ഈ റിനി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു. ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല. ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നായിരുന്നു ആ കുറിപ്പ്. ഫെനിയെ പ്രകോപിപ്പിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയിരിക്കുന്ന പരാതിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എന്നത്തെ എന്റെ നിലപാടെന്നായിരുന്നു ഈ പോസ്റ്റ്. ഈ വിഷയങ്ങളിൽ നിരവധി പ്രതികരണമൊക്കെ ഉയർന്നിട്ടുണ്ട്. ഫെനി നൈനാൻ രാഹുൽ പുറത്തിറങ്ങിയാൽ കോടതി ഉപാധികളെ മാനിച്ചുകൊണ്ട് തനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പുറത്തു പറയുവാൻ പറയണം. ദയവ് ചെയ്ത് അമിത വിനയവും ചിരിയും കളഞ്ഞ് തനിക്കെതിരെ വരുന്ന ഈ കൂരമ്പുകൾക്കെതിരെ ശക്തമായി സംസാരിക്കുവാൻ പറയൂ. എന്ത് ചോദിച്ചാലും എന്റെ സുഹൃത്താണ് എന്ന് പറയരുതെന്ന് പറയൂ. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ദൈവമുണ്ടെങ്കിൽ നീ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. സത്യം ജയിക്കും. സപ്പോർട്ട് ടു രാഹുൽ എന്നാണ് മറ്റൊരു കമന്റ്. തെളിവ് പുറത്തുവിടൂ. ഇവരെയൊക്കെ ഇങ്ങനെ എഴുതിക്കുവാൻ സമയം കൊടുക്കരുത് എന്നും കമന്റുകൾ ഉയർന്നുണ്ട്. പീഡന പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും പ്രതിസന്ധി നേരിടുവാൻ അതിജീവിതന്റെ മനക്കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീനാദേവി രംഗത്ത് വന്നതൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു. കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരാളെ വേട്ടയാടുന്നത് ശരിയല്ലെന്നും ഇല്ലാക്കഥകൾ മെനയുന്നത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരുന്നത്.
അവസാനമായി ഉയർന്ന പരാതിയിലെ സ്ത്രീ വിവാഹിതയാണെന്നും വിവാഹബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്തവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ലെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അഭിപ്രായപ്പെട്ടത്. കേസിൽ പരാതിക്കാർക്ക് പരാതി പറയാനുള്ള അവസരമുണ്ടെങ്കിലും ആരോപണ വിധേയന്റെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. സ്വാഭാവികമായും രണ്ട് ഭാഗവും നമ്മൾ അന്വേഷിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയെ വന്ന ആളുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ യൂട്യൂബ് ചാനലിൽ പറയുന്നു, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് മോശമായ അനുഭവമുണ്ടായി. പക്ഷേ അങ്ങനെ ഒരാൾ രാത്രി ഏതാണ്ട് 12:30 സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ആ ആൾ 24 മണിക്കൂറിൽ ബന്ധം അവസാനിപ്പിച്ചില്ല. പകരം രാത്രി 12:30-ക്ക് ശേഷം അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തു. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയുന്നതും സംഭവിച്ചതും രണ്ടും രണ്ടാണെങ്കിൽ, വാക്കും പ്രവൃത്തിയും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകൾ ഉണ്ടെന്ന ആരോപണത്തിന് ചെവി കൊടുക്കാതിരിക്കാനാകില്ലെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ നമുക്ക് വിധി എഴുതുവാൻ പറ്റില്ല. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ്. പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇല്ലാത്ത കഥകൾ മെനയരുതെന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണമെന്നാണ് ശ്രീനാദേവി പറഞ്ഞത്. റിനി ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നു എന്നായിരുന്നു മുമ്പ് പ്രതികരിച്ചിരുന്നത്. അന്ന് രാഹുലിന്റെ പേര് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇയാൾക്കുള്ളത് എന്നായിരുന്നു റിനി പറഞ്ഞത്. ഇതോടെ റിനി ആരോപണം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഹണി ഭാസ്കരനും രംഗത്ത് വന്നു. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഹണി ഭാസ്കരനും രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ശബ്ദ സംഭാഷണമടക്കം മാധ്യമങ്ങളുടെ പുറത്തുവരികയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗമായിരുന്നു ഇത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. രാജി പ്രഖ്യാപിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു രാഹുൽ വാദിച്ചത്. അതേസമയം മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് വിധി പറയുക. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. പത്തനംതിട്ട സ്വദേശിയായ യുവതിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ബലാത്സംഗം, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം എന്നിവ ഉൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ളത്. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെതിരായ പരാതി അന്വേഷിക്കുന്നത്. ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. എല്ലാ തിങ്കളാഴ്ചകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം. എന്നാൽ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന് ജാമ്യം നിഷേധിച്ചതോടെ ജയിലിലാവുകയായിരുന്നു.